അധ്യക്ഷത വഹിക്കുന്ന ജാബിർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പ്രിയ സഹോദരി സഹോദരന്മാരെ, സാഹിത്യത്തിൻ്റെയും സാഹിത്യോത്സവങ്ങളുടെയും പ്രാധാന്യം സംബന്ധിച്ച് വളരെ മനോഹരമായ ഒരു പ്രഭാഷണമാണ് ഇപ്പോൾ കഴിഞ്ഞത്. മനുഷ്യനൊരു സാംസ്കാരിക ജീവിയാണ് എന്ന് പറയും. അവനൊരു യുക്തിപരമായി ചിന്തിക്കുന്ന ജീവിയാണ്, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ജീവിയാണ്, ബുദ്ധിയുള്ള ജീവിയാണ്. ഇങ്ങനെയുള്ള ധാരാളം നിർവചനങ്ങൾ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ ഒരു സാംസ്കാരിക ജീവിയാണ് എന്നത്. മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി അവൻ നിരന്തരമായി ആശയങ്ങൾ കൈമാറിയും സഹകരിച്ചുമാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാഹചര്യം മാറുന്നതിനനുസരിച്ച് അവൻ്റെ പരസ്പര ബന്ധങ്ങളെ പുനർനിർണയിക്കുവാനും അസാമാന്യമായ ശേഷി മനുഷ്യനുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഐക്യം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യർ തമ്മിൽ 100 കൂട്ടം വിഭജനങ്ങളുണ്ട്. നിറത്തിൻ്റെ പേരിൽ, ജാതി മത വർഗവർണ്ണ ഭേദങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ മനുഷ്യർ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ അവർക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയും, അവരൊരു സ്വത്വത്തിൻ്റെ ഭാഗമായിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനുഷ്യൻ്റെ കൂട്ടായ്മയുടെ കേന്ദ്രബിന്ദു. അബ്രഹാമിക മതങ്ങളുടെ പാരമ്പര്യങ്ങളെടുത്താൽ എല്ലാ മനുഷ്യരും ഒരു പൊതുപൂർവികരിൽ നിന്ന് ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. ജൂതമതം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം തുടങ്ങിയിട്ടുള്ള ഡ്രൂസ്, ബഹായി മതം, ഇങ്ങനെ നിരവധി മതങ്ങൾ അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുണ്ട്. അവയെ അബ്രഹാമിക മതങ്ങൾ എന്നാണ് പറയുന്നത്. അതിലെല്ലാം തന്നെ ഒരു പൊതു പാരമ്പര്യം മനുഷ്യനുണ്ട് എന്ന് പറയുന്നുണ്ട്. പഴയ നിയമം, ബൈബിൾ, മുസ്ലിമുകൾക്ക് തോറ അല്ലേ, തോറ ജൂതന്മാർക്കാണ് തോറ. മുസ്ലിമുകൾ തൗറാത്ത് എന്ന് പറയില്ലേ, തൗറാത്ത് എന്നല്ലേ പറയും. ഒരു പൊതു പാരമ്പര്യമാണ്. ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം ദൈവം ആദത്തിനെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് രൂപമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പൊതുവേ ദൈവം അരൂപിയാണ് എന്നാണ് പറയുക. അടുത്ത് നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് ഉള്ളൂർ പാടിയിട്ടുണ്ട്. സഹോദരന്മാർ ചുറ്റുമുണ്ട്, അവരെയൊന്നും കാണാൻ കണ്ടില്ല, എന്നിട്ട് ഈശ്വരനെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് പറയും. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ പാരമ്പര്യം എടുത്ത് നോക്കുമ്പോൾ ദൈവത്തിന് രൂപമുണ്ട്. ദൈവം തൻ്റെ സദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കാണാം. അപ്പോൾ മനുഷ്യൻ്റെ രൂപം തന്നെയാണ് ദൈവത്തിൻ്റെ രൂപം എന്ന് കരുതാം. അപ്പം മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ദൈവം സൃഷ്ടിയുടെ മകുടമായി തൻ്റെ സദൃശ്യത്തിൽ ഇങ്ങനെയൊരു പടപ്പ് ഉണ്ടാക്കിയത് എന്ന് വേണമെങ്കിൽ കരുതാം. ഇതെല്ലാം നമ്മൾ മതപാരമ്പര്യങ്ങളുടെ ഭാഗമായി പഠിച്ചു വരുന്നതാണ്. ശാസ്ത്രീയമായ അന്വേഷണങ്ങളും വേറൊരർത്ഥത്തിൽ മനുഷ്യൻ്റെ ഐക്യം പ്രഘോഷിക്കുന്നുണ്ട്. ലോകത്തിലുള്ള സകല മനുഷ്യരും 99.9% തുല്യരാണ് എന്നതാണ് ജനിതക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീ, പുരുഷൻ, ട്രാൻസ്ജെൻഡർ എന്ന ഭേദമില്ലാതെ ഹോമോ സാപ്പിയൻസ് എന്ന ശാസ്ത്രീയ നാമമുള്ള സകല മനുഷ്യരും 99.9% ഒരേ പാറ്റേണിലാണ്, വൺ ആൻഡ് സെയിം ആണ്. വ്യത്യാസം ആകെ 0.1% ആണ്. ആ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, വളരെ വളരെ നേരിയ വ്യത്യാസമാണ്. സകല മനുഷ്യരും തുല്യരാണ് എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല, അതൊരു ശാസ്ത്ര സത്യം കൂടിയാണ് എന്നത് തിരിച്ചറിയാൻ ഈ ജനിതക പഠനങ്ങളിലേക്ക് തന്നെ പോയാൽ മതി. ഇനി
ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും ഒരു പൊതുവായ അച്ഛനുണ്ട്, ഒരു പൊതുവായ അമ്മയുമുണ്ട്. നമ്മുടെ എല്ലാം ആദിമ പിതാക്കൾ ആദവും ഹൗവയുമാണ് എന്ന മതപാരമ്പര്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ജനിതക പഠനങ്ങളുടെ ഭാഗമായി മനുഷ്യൻ്റെ ശരീരത്തിലുള്ള DNA അടങ്ങിയിട്ടുള്ള ജീനുകൾ സീക്വൻസ് ചെയ്തെടുത്ത് പരിശോധിച്ചപ്പോഴാണ് മനുഷ്യനും ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും ഒരു പൊതു അച്ഛനിൽ നിന്നും ഒരു പൊതുവായ അമ്മയിൽ നിന്നും ഉണ്ടായവരാണ് എന്ന് ശാസ്ത്രത്തിന് മനസ്സിലായത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ്. പുരുഷനിൽ നിന്ന് പുരുഷനിലേക്ക് മാത്രം, അച്ഛനിൽ നിന്ന് മകനിലേക്ക് മാത്രം പോകുന്ന ഒരു ജീനുണ്ട്. അതിനെ Y ക്രോമസോം എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള Y ക്രോമസോം എൻ്റെ അച്ഛനിൽ നിന്ന് മാത്രമേ എനിക്ക് കിട്ടൂ, വേറെ ആരിൽ നിന്നും കിട്ടില്ല. അപ്പോൾ നിലവിലുള്ള ഒരു മനുഷ്യനിൽ നിന്ന് അയാളുടെ Y ക്രോമോസോം ഇങ്ങനെ അന്വേഷിച്ച് പോയി, ഇത് എവിടുന്നാണ് വന്നതെന്ന്. അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഏകദേശം 2 ലക്ഷം വർഷങ്ങളോടടുപ്പിച്ച്, ഒരു 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വർഷത്തിനോടടുപ്പിച്ച് ആഫ്രിക്കയിൽ എങ്ങാണ്ടോ ജീവിച്ചിരുന്ന ഒരു പൊതുവായിട്ടുള്ള അച്ഛനുണ്ട്. അയാളിൽ നിന്നാണ് ഇന്നുള്ള സകല മനുഷ്യർക്കും ഈ Y ക്രോമോസോം കിട്ടിയിട്ടുള്ളത്. അതൊരു അൺബ്രോക്കൺ പറ്റേണൽ ലീനിയേജ് എന്നാണ് പറയുക. അതിനർത്ഥം ഈ നമ്മുടെ പൊതുവായിട്ടുള്ള അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് 100 കണക്കിന് പുരുഷന്മാർ ജീവിച്ചിരുന്നു. പക്ഷെ അവരുടെ ഒന്നും ജനിതകം നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ വംശപരമ്പര ചരിത്രത്തിൻ്റെ വളർച്ചയുടെ കാലത്ത് ഇല്ലാതായിപ്പോയി. അവശേഷിച്ചത് നമ്മൾ മാത്രമാണ്. നമുക്കാകട്ടെ പൊതുവായിട്ടുള്ള ഒരച്ഛനുണ്ട് താനും. അതുകൊണ്ട് ഈ ക്രോമോസോമിനെ പറയുന്നത് Y ക്രോമോസോമൽ ആദം എന്നാണ്. ആദത്തിൻ്റെ പേരങ്ങോട്ട് എടുത്തു. അതിന് MRC എന്ന് പറയുക, മോസ്റ്റ് റീസൺ കോമൺ ആൻസെസ്റ്റർ എന്ന് പറയും. അതിനെ Y ക്രോമോസോമൽ ആദം എന്ന് പറയും. അപ്പോൾ അമ്മേനെ അന്വേഷിച്ച് പോകണ്ടേ? അങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ അതും കണ്ടെത്തി. ഏകദേശം 1,60,000 വർഷത്തിനും 3 ലക്ഷം വർഷത്തിനും ഇടയ്ക്ക് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ് ഇന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും അമ്മ. അക്കാലത്ത് 100 കണക്കിന് സ്ത്രീകൾ അവിടെ ജീവിച്ചിരുന്നിട്ടുണ്ടാവാം. പക്ഷെ അവരുടെ ഒന്നും ലീനിയേജ് നമുക്കങ്ങ് കിട്ടിയിട്ടില്ല. അൺബ്രോക്കൺ മറ്റേണൽ ലീനിയേജ്, അത് ഈ ഒരമ്മയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ആ അമ്മയ്ക്കൊരു പേരിട്ടു മൈറ്റോകോൺട്രിയൽ ഈവ് എന്നാണ്. ഈ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്ന ഒരു അവയവമാണ്. കോശത്തിനകത്തുള്ളതാണ്. അതിനകത്തൊരു DNA ഉണ്ട്. അതിനെയാണ് മൈറ്റോകോൺട്രിയൽ DNA എന്ന് പറയുക. അത് പെൺമക്കളിൽ നിന്ന് പെൺമക്കളിലേക്ക് മാത്രമേ പോകുള്ളൂ. അമ്മയിൽ നിന്ന് മകളിലേക്ക് മാത്രമേ അത് പോവുള്ളൂ. അത് അന്വേഷിച്ച് പോയപ്പോഴാണ് നമ്മൾ പൊതുവായിട്ടുള്ള അമ്മയെ കണ്ടെത്തിയത്. ഇത് ശാസ്ത്ര സത്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പൊതുവായ പിതാവും പൊതുവായ മാതാവുമുള്ള 99.9% പൊതുവായ ശാരീരിക സവിശേഷതകളുള്ള ഒരു സ്പീഷീസാണ് മനുഷ്യർ. അതേസമയം ഈ ശാസ്ത്ര സത്യം അവിടെ ഇരിക്കെ നമ്മുടെ ഇടയിൽ അതിമാരകമായ ഡിവിഷനുകളുണ്ട്. ഒരു പക്ഷേ അത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന മഹത്തായ മൂല്യം. ഒരു പൊതുവായ അച്ഛനും പൊതുവായ അമ്മയും ഉണ്ടെങ്കിൽ 2 മനുഷ്യർ തമ്മിലുള്ള ബന്ധം ബ്രദർഹുഡാകും, സാഹോദര്യമാകും. പൊതുവായ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ 2 മനുഷ്യർ തമ്മിലുള്ള ബന്ധം, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, 2 മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും സുഖകരമായ, ഏറ്റവും സംശുദ്ധമായ ഭാവം അത് സാഹോദര്യമായി മാറും. അങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കും സാഹോദര്യമുണ്ട്. യൂണിവേഴ്സൽ ബ്രദർഹുഡ്, സാർവത്രിക സാഹോദര്യം എന്ന സങ്കല്പം നബി മുന്നോട്ട് വയ്ക്കുന്നത്. അത് മഹത്തായ മൂല്യമാണ്. അത് പിന്നീടൊരു രാഷ്ട്രീയ മൂല്യമായി മാറി ബ്രദർഹുഡ് എന്നത്. അങ്ങനെയാണ് ഫ്രട്ടേണിറ്റി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി എന്ന ആശയം ഒരു രാഷ്ട്രീയ മൂല്യമായി വികസിക്കുന്നത്. ഇതേ ആശയം ഇന്ത്യയുടെ ഭരണഘടനയിലുണ്ട്.
We, the people of India, having solemnly resolved to constitute India into a sovereign socialist democratic republic എന്നൊക്കെ പറഞ്ഞു പോകുകയാണ്. ഇത്ര മഹത്തായ ഒരു രാജ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിലെ പൗരന്മാർക്ക് 4 കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ലിബർട്ടി. ഇതാണ് ആ 4 കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിൽ കയറിയിരിക്കുന്നു ഈ വിശ്വസാഹോദര്യം. അപ്പോൾ ഈ സാഹോദര്യം എന്ന മഹത്തായ മൂല്യം, ഇങ്ങനെയുള്ള മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിലാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനുമായി സുഖകരമായ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. അവിടെ കാലുഷ്യമുണ്ടാവില്ല, മറ്റവനുണ്ടാവില്ല, അതർ. ഒരു മനുഷ്യനെ നമുക്ക് മാറ്റി നിർത്തണമെങ്കിൽ ഇവൻ ഞങ്ങളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ മതി. ചില സന്ദർഭങ്ങളിൽ ചിലരെ കുറിച്ചൊക്കെ അങ്ങനെ പറയേണ്ട വരും. പക്ഷേ അത് സവിശേഷ സാഹചര്യത്തിലാണ് നമ്മൾ പറയുക. പക്ഷെ മനുഷ്യർ തമ്മിൽ ആത്യന്തികമായ ഒരു നന്മയും ഐക്യപ്പെടലുമുണ്ട്. അവിടെ മറ്റവന്റെ ആവശ്യമില്ല. അതർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടവരല്ല, വരത്തൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടവരല്ല. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റും. ഈ ഭൂമിയിൽ ഇപ്പോഴുള്ള മനുഷ്യൻ്റെ ഒരു 100 ഇരട്ടി ഉണ്ടായാലും ഈ ഭൂമിയിൽ അതിലേറെ വിഭവങ്ങളുണ്ട് എന്ന വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. 142 കോടി മനുഷ്യരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യയിൽ നമുക്കെല്ലാവർക്കും കഴിക്കാൻ ആവശ്യമായതിൻ്റെ എത്രയോ ഇരട്ടി ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്തിനാ കേരളത്തിലെ, ഇന്ത്യയിലെ ജനസംഖ്യയുടെ 10-30% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയിൽ കഴിയുന്നത്? സമ്പത്തിൻ്റെ സമതുലിതമായ വിതരണമില്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ എത്രയോ കോടി മനുഷ്യർക്ക് ഇനിയും ഉണ്ടാകാനും ജീവിക്കുവാനും പെറ്റുവരുകാനും സുഖമായി തിന്നുകുടിച്ച് ജീവിക്കുവാനുമുള്ള വിഭവങ്ങളുള്ള ഈ ഭൂമിയിലാണ് മനുഷ്യർ തമ്മിലടിച്ചും യുദ്ധം ചെയ്തും ആയിരക്കണക്കിനല്ല കോടിക്കണക്കിന് മനുഷ്യരെ നിത്യദാരിദ്ര്യത്തിൽ തള്ളിവിട്ടിരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് വിശ്വാസം എന്നത്, അത് മതപരമായ വിശ്വാസമായിക്കോട്ടെ, പ്രപഞ്ചത്തെ സംബന്ധിച്ച്, മനുഷ്യരെ സംബന്ധിച്ച് ഒരു മഹത്തായ നന്മയിലുള്ള വിശ്വാസമായിക്കോട്ടെ, അത് പൊളിറ്റിക്കലായേ പറ്റൂ. കാരണം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം രാഷ്ട്രീയമാണ്. എന്തുകൊണ്ട് പട്ടിണി കിടക്കുന്നു ആളുകൾ, എന്തുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നു, എന്തുകൊണ്ട് യുദ്ധമുണ്ടാകുന്നു, എന്തുകൊണ്ട് പാവങ്ങൾ, സാധാരണ മനുഷ്യർ, ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങൾ ഈയാംപാറ്റകളെ പോലെ വീണു മരിക്കുന്നു? ചോദ്യം പൊളിറ്റിക്കലാണ്. അതിന് രാഷ്ട്രീയമായിട്ട് മാത്രമേ ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. ആ രാഷ്ട്രീയമായ ഉത്തരം കൊടുക്കുന്നതോടൊപ്പം അതിനുവേണ്ടി പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാവണം. സമീപകാലത്തൊന്നും നമ്മൾ കാര്യമായി പറയാത്ത ചില വാക്കുകളാണ്. സാമ്രാജ്യത്വം എന്നൊന്നും നമ്മളങ്ങനെ പറയാറില്ല. അതൊക്കെ എന്തോ പഴകി തുരുമ്പിയ വാക്കല്ലേ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തെ ദുരന്തമാക്കി മാറ്റുന്നതിൽ ഇത്തരത്തിലുള്ള നാരകീയമായ ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നേരത്തെ സ്വാഗത പ്രസംഗകൻ ഫലസ്തീനെക്കുറിച്ച് സൂചിപ്പിച്ചു. സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളായ മനുഷ്യരാണവർ. അവസാനത്തെ അതിർത്തിയും കടന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? അവസാനത്തെ ആകാശവും കടന്ന് ഈ പറവകൾ എങ്ങോട്ട് പറക്കാനാണ്? നിങ്ങൾ ഈ വിതുമ്പലിൻ്റെ വലിവുകൾ കേൾക്കുന്നില്ലേ എന്ന് ലോകത്തോട് ആ മനുഷ്യർ വിളിച്ചു ചോദിക്കുകയാണ്. ഒരു രക്ഷയുമില്ല. തിന്നാൻ ഗോതമ്പും കുടിക്കാൻ വെള്ളവുമില്ലെങ്കിൽ കണ്ണീര് കുടിച്ചും സ്നേഹം പങ്കുവെച്ചും ഞങ്ങൾ അതിജീവിക്കും എന്ന് പറഞ്ഞ് നിരന്തരം ഓരോ നിമിഷവും മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒരു ജനത. ഇത്തരത്തിൽ മനുഷ്യർ ഈയാമ്പാറ്റകളെ പോലെ വീണു മരിക്കുന്ന കൊലനിലങ്ങൾ ലോകത്തിൽ എത്രയോ ഉണ്ട്. ഇതൊന്നും സ്വാഭാവികമായി ഉണ്ടായതല്ല. മനുഷ്യന്റെ അതിൻ്റെ മൂർത്തീഭാവമായ സാമ്രാജ്യത്വം അത് സൃഷ്ടിച്ചതാണ്. അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ദൈനംദിന ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റണം, സഹോദരനെ തിരിച്ചറിയാൻ പറ്റണം. അതിനൊക്കെ വിശാലമായൊരു മനസ്സുണ്ടാവണം. ആ മനസ്സ് വളരെ പ്രധാനമാണ്. അതുണ്ടാകാൻ സാഹിത്യത്തിന് വലിയ പങ്കുണ്ട് കേട്ടോ. സാഹിത്യത്തിന് നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കി മാറ്റുന്നതിൽ സാഹിത്യത്തിന്, ക്രിയേറ്റിവിറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ മലമുകളിൽ കൂർത്തുമൂർത്ത എഡ്ജസ്, അരികുകളൊക്കെയുള്ള ഒരു കല്ല് പുഴയിലൂടെ ഇങ്ങനെ ഒഴുകി അതങ്ങനെ തീരപ്രദേശത്ത് എത്തുമ്പോഴേക്കും
അതിൻ്റെ ആംഗുലാരിറ്റീസ്, അതിൻ്റെ കൂർത്ത മൂർത്ത വശങ്ങളെല്ലാം തേഞ്ഞ് വളരെ സുന്ദരമായ ഒരു പെബിളായി മാറിയിട്ടുണ്ടാവും. അതുപോലെ ഓരോ മനുഷ്യരും ഒരു ക്രൂഡായിട്ടുള്ള ഒരു സ്വത്വമായിട്ടാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. നമ്മളൊക്കെ വളരെ പ്രാകൃതരായിട്ടാണ് ജനിക്കുന്നത്. നമ്മളുടെ മൂല്യബോധവും നമ്മളുടെ ചിന്തകളുമാണ് നമ്മളെ സംസ്കൃത ചിത്തരാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഈ സംസ്കൃതി, സംസ്കാരം എന്നുള്ള വാക്കിന് അടക്കുക എന്നും അർത്ഥമുണ്ട്. അതായത് ഒരു മനുഷ്യനായി മാറുന്നത് അവനിലുള്ള ഒത്തിരി മൃഗത്വങ്ങളെ അടക്കിക്കൊണ്ടാണ്. എന്നാലേ അവന് സംസ്കൃതിയിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഒരു മൃഗം അതിൻ്റെ തോന്നലുകൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുക. അതിന് ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ അത് എരതേടും. അതിൻ്റെ മേറ്റിംഗ് സീസൺ ആകുമ്പോൾ അത് പ്രത്യുൽപാദനം നടത്തും. ഇങ്ങനെ അതിന് എപ്പോഴാണ് തോന്നുന്നത് അതിനനുസരിച്ച് അതങ്ങ് ചെയ്യുകയാണ്. മനുഷ്യൻ അങ്ങനെയല്ല. അവനവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ്. അവനെ സംസ്കരിച്ചെടുക്കുകയാണ്. നിരന്തരമായി സംസ്കരിച്ചെടുത്ത ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് മനുഷ്യൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സംസ്കൃത ചിത്തരായി, സംസ്കാരമുള്ളവരായി മാറുന്നത്. അപ്പം അത് വാക്കിലും നോക്കിലും നടപ്പിലും എടുപ്പിലും വേഷഭൂഷയിലും ഭാഷാദികളിലുമൊക്കെ നമ്മൾ സംസ്കൃത ചിത്തരായിരിക്കണമെന്നതാണ്. അങ്ങനെ ആയിരിക്കാൻ കഴിയും. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് നന്മ പ്രകാശിപ്പിക്കാൻ കഴിയുക. നമ്മളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു കുളിർക്കാറ്റ് പോലെ അനുഭവിക്കാൻ സാധിക്കണം. അപ്പോൾ മനസ്സ് സംസ്കൃതവൽക്കരിക്കപ്പെടുമ്പോൾ, സംസ്കൃത ഭാഷ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നു കേട്ടോ, നമ്മളുടെ ചിന്തകൾ ഉദാത്തമായി മാറുമ്പോൾ, നമ്മളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷകരമായി മാറുമ്പോൾ മാനവികത പൂത്തുലയും എന്നാണ്. അത്തരം സന്ദർഭങ്ങൾ ചരിത്രത്തിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം പ്രാപിച്ചതിന് ശേഷം തൻ്റെ മഹത്തായ സന്ദേശങ്ങൾ മക്കയിൽ പ്രചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരിയായ കാരിൻ ആംസ്ട്രോങ് എന്ന് പറയുന്ന ഒരു നൺ, ഒരു ക്രിസ്ത്യൻ കന്യാസ്ത്രീയായിരുന്നു. പ്രവാചകനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഏറ്റവും സുന്ദരമായ ജീവചരിത്രങ്ങളിൽ ഒന്നാണ്. അത്തരമൊരു സന്ദർഭത്തിൽ അവരുപയോഗിക്കുന്ന വാക്ക് സെലിബ്രേഷൻ ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ്. മാനവികതയുടെ ആഘോഷം നടക്കുകയാണ് എന്നാണ് പറയുന്നത്. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, സെലിബ്രേഷൻ ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ളത്. അപ്പോൾ ഒരു മഹത്തായ വാക്ക് ഉച്ചരിക്കപ്പെടുമ്പോൾ, മഹത്തായ ഒരു മൂല്യം കടന്നു വരുമ്പോൾ അത് മാനവികതയുടെ ആഘോഷമായി മാറും. അത്തരം ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് കുളിർമയുണ്ടാകും. മരത്തിൻ്റെ ചില്ലകളിൽ ഇരിക്കുന്ന പക്ഷികൾ താനെ സുന്ദരമായ ഗാനം ആലപിക്കും. മൊട്ടായിരിക്കുന്ന മൊട്ട് അത് വിടർന്ന് പൂക്കളായി മാറും. പൂക്കളിൽ നിന്ന് സുഗന്ധം പകരും. അതീവ സുന്ദരമായ ഒരു അനുഭവമായി അത് വികസിക്കും. ഇതാണ് മാനവികതയുടെ ആഘോഷം. അത്തരം ആഘോഷങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് പലപ്പോഴും സർഗാത്മകതയുടെ ഒരു വളർച്ചയിലാണ്. മനോഹരമായ കവിതകൾ ഉണ്ടാകുമ്പോൾ, മനോഹരമായ പാട്ടുകൾ ഉണ്ടാകുമ്പോൾ, കഥകൾ ഉണ്ടാകുമ്പോൾ, നാടകങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഈ മാനവികത പൂത്തുലയുകയാണ് ചെയ്യുക. അതിലൂടെ മഹത്തായ ആശയങ്ങൾ കൊടുക്കാൻ സാധിക്കും. എത്രയോ വലിയ പ്രസംഗങ്ങളെക്കാൾ വലിയ ആശയമാണ് ചെറിയ കഥകൾ മുന്നോട്ട് വയ്ക്കുക. മെച്ചാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അർജന്റീനിയൻ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു കഥയെക്കുറിച്ച് സമീപകാലത്ത് സുഭാഷ് ചന്ദ്രൻ പറയുകയുണ്ടായി. ധാരാളമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത ഒരു കഥയാണ്. വളരെ ചെറിയ കഥയാണ്. ഒരു മത്സരം സ്പാനിഷ് അക്കാഡമി, അവരുടെ മ്യൂസിയം ഓഫ് വേർഡ്സ്, വാക്കുകളുടെ മ്യൂസിയമുണ്ട്. അവർ ഒരു ചെറുകഥാ മത്സരം നടത്തി. 4 ഭാഷകളിലാണ് ചെറുകഥ എഴുതേണ്ടത്. അതിൽ സ്പാനിഷ് ഭാഷ, അറബിക്ക്, ഇംഗ്ലീഷ്, ഹിബ്രു, ഈ 4 ഭാഷകളിൽ കഥ എഴുതാം. ഏറ്റവും നല്ല ചെറുകഥയ്ക്ക് 20 ലക്ഷം രൂപ, 20,000 അമേരിക്കൻ ഡോളർ ആണ്, ഏകദേശം 20 ലക്ഷം രൂപ കിട്ടും. അങ്ങനെയാണ്. പക്ഷേ ആ ചെറുകഥ വളരെ ചെറുതായിരിക്കണം. 100 വാക്കുകളെ പാടുള്ളൂ. 100 വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു 10 വരി, അതിനപ്പുറത്തേക്ക് എഴുതാൻ പറ്റില്ല. അത്രയേ ഉണ്ടാവുള്ളൂ. നല്ല ആശയമൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 1ാം സമ്മാനം കിട്ടിയ ഇദ്ദേഹം എഴുതിയിട്ടുള്ള കഥ വളരെ ലളിതമാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ബാൽക്കണിയിൽ ഒരു കുട്ടിയുണ്ട്, ചെറിയ കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ ഇദ്ദേഹത്തെ നോക്കിയിട്ട്
കൈ ഇങ്ങനെ വെച്ചിട്ട് ബാങ് ബാങ് എന്ന് പറയും. വെടിവെക്കുന്ന പോലെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കാണിക്കില്ലേ, ഇങ്ങനെ കാണിക്കും. അപ്പോൾ മൂപ്പരിങ്ങനെ വെടികൊണ്ട് വീഴുന്നത് പോലെ ഇങ്ങനെ ആ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഒച്ചയുണ്ടാകും. അപ്പോൾ കുട്ടി ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകും. എല്ലാ ദിവസവും ഇത് ആവർത്തിക്കും. കുട്ടിക്ക് നല്ല രസമാണ്, ഇദ്ദേഹത്തിന് ഒരു നേരം പോക്കാണ്, വെറുതെ അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം അവിടെ നിൽക്കുന്നു, കുട്ടി ബാൽക്കണിയിലേക്ക് വരുന്നു. കുട്ടി വരുന്നതിന് മുമ്പ് കുട്ടി ഇങ്ങനെ തോക്കിങ്ങനെ പിടിച്ച് ബാങ് ബാങ് എന്ന് പറയുന്നതിന് മുമ്പ് ഇദ്ദേഹം ആ കുട്ടിയെ നോക്കിയിട്ട് ബാങ് ബാങ് എന്ന് പറയും. അപ്പം ആ കുട്ടിയുടെ ബാലൻസ് തെറ്റി ആ ബാൽക്കണിയിൽ നിന്ന് താഴെ വീണ് മാരകമായി പരിക്കേറ്റ് മരണപ്പെട്ടു. അപ്പോൾ ആ കുട്ടിയുടെ കണ്ണിങ്ങനെ അടയുന്നതിന് മുമ്പ് ഇദ്ദേഹം വളരെ ഹൃദയം നുറുങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഓടി ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു, എന്നിട്ട് പറഞ്ഞു, നീ എല്ലാ ദിവസവും എന്നോട് കാണിക്കുന്നത് തന്നെയല്ലേ ഞാൻ ഇന്നും നിന്നോട് കാണിച്ചുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, ഞാൻ താങ്കളെ വെടിവെച്ചത് നിങ്ങളെ കൊല്ലാനല്ലല്ലോ എന്ന് പറയുന്നു. ആ കുട്ടിയുടെ കണ്ണടഞ്ഞ് മരിക്കുന്നു. അത്രയേ ഉള്ളൂ കഥ. ആകെ 100 വാക്കുകളേ ഉള്ളൂ. 1ാം സമ്മാനം കിട്ടി. എന്തു വലിയ മൂല്യമാണ് ഈ കഥ പറയുന്നത്. ഈ കഥയിലെ ഫിലോസഫിയെക്കുറിച്ച് ഇപ്പോഴും ചർച്ച നടക്കുകയാണ്. പക്ഷേ ലളിതമായ ഒരു സത്യം എന്താ വെച്ചാൽ, അധികാരത്തിലിരിക്കുന്ന ആളുകൾ നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോഴും വളരെ ശ്രദ്ധിച്ച് പറയണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി നമ്മളോട് പറയുന്നത് പോലെ മുതിർന്ന ഒരാൾ ആ കുട്ടിയോട് പറയരുത്. ആ കുട്ടിക്ക് നമ്മളോട് എന്തും പറയാം, നമുക്കത് മനസ്സിലാവും. ആ കുട്ടി വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരച്ഛൻ പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോൾ ആ കുട്ടി അത് വലിയ സങ്കടമായിരിക്കും അതിനുണ്ടാക്കുക. അതുപോലെ ഇവിടെ ഉസ്താദുമാരൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, ഒത്തിരി കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉസ്താദുമാരെ കുറിച്ചൊക്കെ വലിയ ബഹുമാനമാണ് കുട്ടികൾക്ക്. അപ്പോൾ നമ്മളൊരു വാക്ക് പറയുമ്പോൾ ആ കുട്ടിക്ക് ഒരു പക്ഷേ ഉസ്താദ് തമാശയ്ക്ക് പറയുന്നതാണെങ്കിൽ കൂടി അത്തരം ചെറിയൊരു തമാശയ്ക്ക് പറയുന്നതായിരിക്കും, അത് അവർക്ക് വലിയ സങ്കടം ഉണ്ടാക്കും അധ്യാപകർക്ക്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥാനത്തും ഇരിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ കാണുന്ന കാഴ്ച, അവരോട് നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന വാക്കുകൾ, അവരോട് നമ്മൾ പെരുമാറേണ്ടത്, അത് അവരിലുണ്ടാക്കാൻ സാധ്യതയുള്ള മാരകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും ഓർക്കണമെന്നാണ്. ഓരോ വാക്ക് പറയുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളിത് ആരോട് ചെയ്യുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. അവർക്ക് അതെങ്ങനെ ഫീൽ ചെയ്യും എന്ന് ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ വലിയ സന്ദേശം ആ കഥ നൽകുകയാണ്. ഇങ്ങനെയാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നത്. ചെറിയ കഥകൾ മതി, ചെറിയ വാക്കുകൾ മതി, അത് വലിയ ആശയം നമ്മളിലേക്ക് കടത്തിവിടും. അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ തെരുവിലിറങ്ങി കാറ് കത്തിച്ച് ടയർ റോട്ടിലിട്ട് കത്തിച്ച് വലിയ സംഘർഷം ഉണ്ടാക്കുക എന്നല്ല. ചെറിയ വാക്കുകൾ മതി, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വലിയ ആശയങ്ങളെ പ്രതിഷേധത്തിൻ്റെ പൂത്തിരി കത്തി. അത്തരത്തിലൊരു കവിത മലയാളത്തിൽ എഴുതിയ ഒരാളാണ് കടമ്പനിട്ട രാമകൃഷ്ണൻ. ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കാം, വളരെ കരുത്തുറ്റ കവിതകൾ എഴുതുന്ന ഒരു കവിയാണ്. കാട്ടാളൻ, കുറത്തി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്തരം കവിതകളൊക്കെ. വളരെ കഠിനമായ വളരെ കരുത്തുറ്റ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുക. 2002 ഗുജറാത്തിൽ സന്ദർശനം നടത്തി. അദ്ദേഹം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ആ സന്ദർഭത്തിൽ ഗുജറാത്ത് കലാപം കഴിഞ്ഞ് അദ്ദേഹം ഒരു സംഘം സാംസ്കാരിക പ്രവർത്തകർ കേരളത്തിൽ നിന്ന് ഈ കലാപബാധിത പ്രദേശങ്ങളിലെല്ലാം പോയി കണ്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി അതിനുശേഷം മടങ്ങി വരികയാണ്. അപ്പോഴുണ്ടായ ഒരു അനുഭവം അദ്ദേഹം ഒരു കവിതയായി കുറിച്ചിരിക്കുകയാണ്. ആ കവിത ഇങ്ങനെയാണ്: ഗുജറാത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ കൊച്ചിയിൽ കച്ചവടത്തിന് പോകുന്ന ഒരു ഗുജറാത്തിയുമായി ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു. താങ്കളുടെ ശുഭനാമം എന്താകുന്നു? അയാൾ ചോദിച്ചു. രാമകൃഷ്ണൻ, ഞാൻ പറഞ്ഞു. രാംകൃഷ്ണൻ, രാംകൃഷ്ണൻ, റാം റാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്നിലേക്ക് ഏറെ അടുത്തിരുന്നു. താങ്കൾ മാംസഭുക്കാണോ? അയാൾ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞു. താങ്കളോ? ഞങ്ങൾ വൈഷ്ണവ ജനത, ശുദ്ധ സസ്യഭുക്കുകളാണ്. തെല്ലൊരു അഭിമാനത്തോടെ അയാൾ പറഞ്ഞു. നിങ്ങളിൽ ചില പുല്ലുതീനികൾ
പൂർണ്ണ ഗർഭിണിയുടെ വയറ് കീറി കുട്ടിയെ വെളിയിലെടുത്ത് തിന്നതോ തള്ളയെയും ഞാൻ പെട്ടെന്ന് ചോദിച്ചു പോയി. ഒരു വികൃത ജീവിയായി രൂപം മാറിയ അയാൾ പുരികത്തിൽ വില്ല് കുലച്ച് കോമ്പല് പുറത്ത് കാട്ടി എനിക്ക് നേരെ മുരണ്ടു. ഒരൊറ്റ എന്ന ചോദ്യത്തിൽ ഒരു വിമർശനത്തിൻ്റെ മഹാമേരു നമ്മുടെ മുന്നിൽ തുറന്നു വരികയാണ്. ഒരു ചെറിയ കവിതയാണ്, പക്ഷെ ആ കവിത നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ. ഒരു വർഗീയ കലാപം കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു വർഗീയ കലാപത്തെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ വിമർശനങ്ങളിലൊന്നാണ്. എത്രയോ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു, എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു, എത്രയോ പ്രഭാഷണങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു കവിത, ചെറിയ കവിതയാണ്, ഒരു ഗദ്യ കവിതയാണ്. സാഹിത്യത്തിൻ്റെ ശക്തി എത്ര അപാരമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഇങ്ങനെ പ്രതിഷേധത്തിനും, അതും ഏറ്റവും സംസ്കൃത ചിത്തനായി സാംസ്കാരികമായി പ്രതികരിക്കുവാനും ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വളർത്തിയെടുക്കുവാനും പ്രതിരോധവും പ്രതിഷേധവും പരസ്പര സഹകരണവും സ്നേഹവും ഒക്കെ ഊട്ടിയുറപ്പിക്കുവാനും സർഗ വൈഭവത്തിന് കഴിയും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായ, നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദൈവികമായ കരുത്താണ് സർഗവൈഭവം. അതിനെ ഉണർത്താൻ സാഹിത്യത്തിനെ സാധിക്കൂ. അപ്പോൾ മാനവികതയുടെ ആഘോഷമായി മാറുന്നത് സാഹിത്യത്തെ, പ്രകൃതിയെ ക്രമീകൃതമായി കാണുമ്പോഴാണ്, അതിനെ സുന്ദരമായി കാണുമ്പോഴാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു കച്ചറയുണ്ടായാൽ അതിനെ അക്രമം എന്നാണ് പറയുക. അക്രമം എന്നതിനർത്ഥം ക്രമീകൃതമല്ലാത്തത് എന്നാണ്. ക്രമീകൃതമല്ലാത്തതെല്ലാം അക്രമമാണ്. നമ്മളിവിടെ കസേരയെല്ലാം വളരെ കൃത്യമായി ഇവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ അത് ക്രമത്തിലാണ്, അത് സന്തോഷമാണ്. ഈ കസേരകളെല്ലാം കൂടെ ഒന്ന് വട്ടത്തിരുത്തിലിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം നിങ്ങളെല്ലാവരും എന്നെ നോക്കിയിരിക്കുന്നു, ഞാൻ നിങ്ങളെ നോക്കി സംസാരിക്കുന്നു. ഇതിൽ 10 ആളുകൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, കുറേ ആളുകൾ കസേരയിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കുന്നു, കുറേ ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു. അത് അക്രമമാണ്, ക്രമമല്ല. അപ്പം എവിടെ ഈ അക്രമം നമുക്ക് അരോചകമാണ്. സംഗീതവും ഒച്ചയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സംഗീതം എന്ന് പറയുന്നത് ക്രമീകൃതമായ ശബ്ദമാണ്. ആ ക്രമീകൃതമായ ശബ്ദം നമുക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. അതുകൊണ്ടാണ് അമ്മയുടെ താരാട്ട് പാട്ട് കേൾക്കുമ്പോൾ കുട്ടി ഉറങ്ങുന്നത് അത് സുന്ദരമായ ക്രമീകൃതമായ താളാത്മകമായ ശബ്ദമായതുകൊണ്ട്. ക്രമീകൃതമല്ലാത്ത ശബ്ദത്തെ നമ്മൾ ഒച്ച എന്ന് പറയാം. ഒരു ഓട്ടക്കലത്തിൽ ഞണ്ടിനെ പിടിച്ചിട്ട് ഞാൻ ലൊട ലൊട ലൊടോ എന്ന ഒച്ച ഉണ്ടാക്കുമെന്ന് നമ്മുടെ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു തമാശയാണത്. മൂപ്പർ സ്വന്തമായി എഴുതിയൊരു കവിത വായിക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഓട്ടക്കലത്തിൽ ഞണ്ടിനെ ഇട്ടല്ലോ. അപ്പോൾ അത് ക്രമീകൃതമല്ലാത്ത ഒച്ചയാണ്. അപ്പോൾ ജീവിതം സംഗീതാത്മകമാകണം, ലോകം സംഗീതാത്മകമാകണം. അതൊരു ക്രമത്തെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകണം. ക്രമം വളരെ അനിവാര്യമാണ്. അക്രമം ഉണ്ടാകുമ്പോഴാണ് ദുരന്തങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ജീവിതത്തെയും ഇങ്ങനെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. മനുഷ്യന് അതിനുള്ള അസാമാന്യമായ ശേഷിയുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഭൂമിയെ അവൻ്റെ കരുത്തിന് കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചത്? ഒരു പക്ഷേ മനുഷ്യന് കിട്ടിയ ഏറ്റവും മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്ന് അവന് സാംസ്കാരികമായി ഐക്യപ്പെടാൻ കഴിയും എന്നുള്ളതാണ്. പ്രസിദ്ധനായ ചരിത്രകാരൻ യുവൽ നോഹ ഹരാരി, അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നത് വളരെ രസകരമാണ്. ഒരു ഗറിലയും ഒരു മനുഷ്യനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും? ആളുകളൊന്നും ഉത്തരം പറഞ്ഞില്ല. കുറേ ആളുകൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു അതെന്തായാലും ഗറില തന്നെ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഹരാരി പറഞ്ഞു ശരിയാണ്, ഗറിലയുടെ ഒരടി താങ്ങാനുള്ള ശേഷി പോലും മനുഷ്യനില്ല. മനുഷ്യനേക്കാൾ അത്രയും കരുത്തുറ്റ ജീവിയാണ്. ഒറ്റയടിക്ക് 2 കഷ്ണമായി പോകും മനുഷ്യൻ്റെ കാര്യം. ശരിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു 10 ഗറിലയും 10 മനുഷ്യനും തമ്മിൽ ഏറ്റുമുട്ടിയാലോ? അപ്പോൾ കൺഫ്യൂഷനായി. എന്നാലും ഈ ഗറിലെല്ലാം കൂടെ ഒന്ന് 4 പാട് ഓടിക്കഴിഞ്ഞാൽ തന്നെ മനുഷ്യൻ്റെ കാര്യം പോക്കാണ്. അത് ഗറില തന്നെ ജയിക്കുകയുള്ളൂ. ഓക്കെ, അത് ഉറപ്പിച്ചു. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ചോദ്യം, 100 ഗറിലയും 100 മനുഷ്യനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഉത്തരം മാറി. 100 ഗറിലയും 100 മനുഷ്യനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ സ്ഥിതി മാറും.
1000 ഗറിലയും 1000 മനുഷ്യരും ഏറ്റുമുട്ടിയാലോ? അവിടെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഗറിലകൾ തോറ്റിരിക്കും. എന്താ അതിന് കാരണം? 100 ഗറില്ലകൾക്ക് 100 ഗറില്ലകളായി മാത്രമേ ഒരു യുദ്ധമുഖത്ത് അണിനിരക്കാൻ സാധിക്കുകയുള്ളൂ. 1000 ഗറില്ലകൾക്ക് 1000 ഗറില്ലകളായിട്ട് മാത്രമേ ഒരു യുദ്ധമുഖത്ത് അണിനിരക്കാൻ സാധിക്കുകയുള്ളൂ. 1 കോടി ഗറില്ലകളുണ്ടെങ്കിലും അവിടെ 1 കോടി ഗറില്ലകളായിട്ടേ അവർക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. 1 കോടിയല്ല, 1 ട്രില്യൺ മനുഷ്യനുണ്ടെങ്കിലും അവർക്കൊരു സിംഗിൾ യൂണിറ്റായി പ്രവർത്തിക്കാൻ സാധിക്കും. 100 ഗറില്ലകളും 100 മനുഷ്യരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ 100 മനുഷ്യർ ഒരു സിംഗിൾ ഒറ്റ മനുഷ്യനായി പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ സ്ട്രാറ്റജിയും അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും, ഏതൊക്കെ അലൈൻമെൻറ്റുകൾ വേണമെങ്കിലും അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും, ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും അവർക്ക് മാറിയും മറിഞ്ഞും അക്രമം നടത്താൻ സാധിക്കും. അങ്ങനെ പ്രവർത്തിക്കാൻ ഒരു ഗറില്ലയ്ക്ക് കഴിയില്ല. ഓരോ ഗറില്ലയും ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, നമ്പർ കൂടിയാൽ ഗറില്ലകൾ തോക്കും. ഈ ഉദാഹരണം പറയുന്നതിന് കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ കരുത്ത് ഈ അസോസിയേഷനാണ്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ഫ്ലെക്സിബിൾ അസോസിയേഷൻ എന്നാണ്. മനുഷ്യനേക്കാൾ നന്നായി പരസ്പരം ബന്ധപ്പെടാനും അസോസിയേറ്റ് ചെയ്യാനും കഴിയുന്ന ജീവികൾ ഭൂമിയിൽ ഒത്തിരിയുണ്ട്. മനുഷ്യനേക്കാൾ നന്നായി സാമൂഹിക ജീവിതം നയിക്കുന്ന ജീവികളാണ് തേനീച്ചകൾ, ഉറുമ്പുകൾ, ചിതൽപ്പുറ്റ്. ഒരുപക്ഷെ ആനകൾക്ക് പോലും മനുഷ്യനേക്കാൾ നല്ല സാമൂഹ്യ ഘടനയുണ്ട്. പക്ഷേ ഇവയ്ക്കൊന്നും പ്രകൃതി നൽകിയിട്ടുള്ള ജീവിതത്തിനപ്പുറത്തേക്കൊന്നുമില്ല. ഒരു സംഘർഷം, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തേനീച്ചകൾ ഒന്നുകിൽ ചത്തുപോകും, അല്ലെങ്കിൽ നശിച്ചു പോകും, അല്ലെങ്കിൽ അവർക്ക് പലായനം ചെയ്ത് പോകേണ്ട വരും. അതേസമയം മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള സ്വയം നവീകരണ ശേഷി കൂടിയുണ്ട്. അവൻ്റെ അസോസിയേഷൻ ഫ്ലെക്സിബിളാണ്. നമ്മുടെ കൺമുമ്പിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമുണ്ട്. 2020 കോവിഡ് വന്നു. നമ്മുടെ സാമൂഹിക ജീവിതത്തെ മൊത്തത്തിൽ മാറ്റി ക്രമീകരിച്ചു. കോവിഡ് പോയപ്പോഴോ വീണ്ടും നമ്മൾ പുനർക്രമീകരിച്ചു. ഇങ്ങനെ നിന്ന നിൽപ്പിൽ സാമൂഹിക ജീവിതത്തെയും മനുഷ്യബന്ധങ്ങളെയും ക്രമീകരിക്കാനും പുനർക്രമീകരിക്കുവാനുമുള്ള അസാമാന്യമായ ശേഷിയുള്ള ഈ ഭൂമിയിലെ ഏക സ്പീഷീസാണ് നമ്മൾ, ഹോമോസാപ്പിയൻസ്. അതൊരു സുന്ദരമായ പടപ്പാണ്. അതുകൊണ്ട് മനുഷ്യനെ മാത്രം സ്നേഹിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതല്ല, ഈ പ്രപഞ്ചത്തെയും ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വവും കൂടി ഒരു പക്ഷേ മനുഷ്യനായിരിക്കാം സൃഷ്ടാവ് നൽകിയിരിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ സഹോദരങ്ങളിലേക്ക് മാത്രം ഒഴുകി ഇറങ്ങേണ്ടുന്ന സാഹോദര്യമല്ല, അതിനപ്പുറത്തേക്ക് സകല മനുഷ്യരിലേക്കും സകല ജീവികളിലേക്കും അജീവീയ ഘടകങ്ങളിലേക്കും ഒക്കെ നീളുന്ന കാരുണ്യത്തിൻ്റെ ഒരു മഹാപ്രവാഹമായി മനുഷ്യൻ മാറേണ്ടതുണ്ട്. അതിനുള്ള സാധ്യതയുള്ളത് മനുഷ്യന് മാത്രമാണ്. അത്തരമൊരു സാധ്യത സൃഷ്ടികളിൽ ഒരുപക്ഷെ മനുഷ്യന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഓരോ മനുഷ്യനും ഒരു മഹാസംഭവമാണ്, ഒരു വലിയ ഭൂഖണ്ഡമാണ്. അതൊരു ചെറിയ ഐലൻഡ് അല്ല, ഒരു ചെറിയ ദ്വീപല്ല. ഇത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാക്കാൻ നമ്മളുടെ പാരസ്പര്യത്തിന് കഴിയും. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന സാംസ്കാരിക സായാഹ്നങ്ങൾ, കൂട്ടായ്മകൾ, അത് മനുഷ്യൻ്റെ ഹൃദയത്തെ നൈർമല്യമാക്കും, നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തും, സാഹോദര്യം പൂത്തുലയും, സുന്ദരമായ സംഗീതമുണ്ടാകും. അത്തരത്തിലുള്ളൊരു നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എപ്പോഴും നമ്മൾ വെച്ച് പുലർത്തുക തന്നെ വേണം. ആ പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോഴും പോരാട്ടത്തിൻ്റെ വേദികൾ മാറ്റി മറിക്കേണ്ടതില്ല. അതൊരു പക്ഷേ സംസ്കൃത ചിത്തരായിട്ട് ആയിരിക്കണമെന്നുമില്ല പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ കുറിച്ച് മാത്രമല്ല, ഇന്ത്യയിലുള്ള സകല മനുഷ്യർക്കും അത്ര ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല ചൂല്. പോടി ചൂലേ, പോടാ ചൂലേ എന്നൊക്കെ അസംസ്കൃത ഭാഷയിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും വലിയ ജനാധിപത്യ പോരാട്ടത്തിൻ്റെ അടയാളമായി മാറിയത് ചൂലാണ്. ഡൽഹിയിലെ വാൽമീകി എന്ന് പറയുന്ന ജാതിക്കാരാണ് ഡൽഹി മുഴുവൻ തൂത്തുവാരുന്നത്. തോട്ടികൾക്ക് വലിയ സാമൂഹ്യമായ പദവിയൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം സുന്ദരവും സുരഭിലവുമായ ചിഹ്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരിടത്ത് താമര, കൈപ്പത്തി, അരിവാൾ ചുറ്റിക നക്ഷത്രം, കോണി, ഇതൊക്കെ സുന്ദരമായ ചിഹ്നങ്ങളാണ് കേട്ടോ. ഇടയ്ക്ക് ചക്ക ഉപയോഗിച്ചായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊരു
ചക്ക പൊളിച്ചാൽ താമരയാകുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ട്രോളായിരുന്നു. അപ്പോഴാണ് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ചൂലുമായി ഒരു സംഘം ആളുകൾ വന്നത്. അത്ഭുതകരമായിരുന്നു. ആ പാർട്ടിയിൽ ചേർന്നതിൽ മഹാഭൂരിപക്ഷം ചെറുപ്പക്കാരായിരുന്നു. അവർ ഡൽഹിയിൽ അധികാരത്തിൽ വന്നു. അതിന് തുടർച്ചയായിട്ട് അവർ പഞ്ചാബിൽ അധികാരത്തിൽ വന്നു. ഇപ്പോൾ പഞ്ചാബിൽ അധികാരത്തിലിരിക്കുന്ന ആ പാർട്ടിയാണ് AAP, കെജ്രിവാളിൻ്റെ പാർട്ടി. അവരുടെ ചിഹ്നം ചൂലാണ്. ഇപ്പോൾ പുതിയൊരു ചിഹ്നം വന്നിരിക്കുക. അവര് പാറ്റയാണ്. ഏറ്റവും മോശമായ സാധനം, നമുക്കൊന്നും ഇഷ്ടമല്ല. ചില ആളുകൾ ഇതിനെ കണ്ടാൽ തന്നെ പേടിച്ചോളൂ. കോക്രോച്ചിനെ പേടിയുള്ള ചില ആളുകളുണ്ട്. ഒരു സിംഹം വന്നാലും ആരടാ എന്നൊക്കെ പറഞ്ഞു നിൽക്കാൻ ചില വീരശൂരന്മാർ ഒരു പാറ്റയെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുന്ന കാണാം. വലിയ ഒച്ചയിട്ട് നിലവിളിക്കുന്ന കാണാം. ആ പാറ്റ ഇന്ന് ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ പ്രതിഷേധത്തിൻ്റെ ചിഹ്നമായി മാറുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി. ചെറിയ കാര്യമല്ലേ? ആർക്കും ഇഷ്ടമല്ലാത്തൊരു ജീവിയാണ് അത്. ഫൂക്കോ ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു പാറ്റയെ കൊല്ലൂ, ഒരു കോക്രോച്ചിനെ, ഒരു കോറയെ കൊല്ലൂ, നിങ്ങളൊരു വീരനായി മാറും. പക്ഷേ ഒരു ബട്ടർഫ്ലൈ, കിൽ എ ബട്ടർഫ്ലൈ, യു വിൽ ബി എ മർഡറർ. അപ്പോൾ ഈസ്തെറ്റിക്സ്, മൊറാലിറ്റി ഹാസ് ഈസ്തെറ്റിക്സ് എന്ന് അദ്ദേഹം പറയുന്നത്. കാണാൻ ഒരു ചന്തവുമില്ലാത്ത, കണ്ടാൽ തന്നെ നമുക്ക് ഈർഷ്യ തോന്നുന്ന പാറ്റേനെ തല്ലിക്കൊന്നാൽ നിങ്ങളൊരു ധീരനാവും. അതേസമയം സുന്ദരവും അതീവ സുന്ദരമായ ഒരു പൂമ്പാറ്റയാണ് നിങ്ങൾ തല്ലിക്കൊല്ലുന്നതെങ്കിൽ നിങ്ങൾ ഒരു മർഡറാവും, കൊലപാതകയാകും. പക്ഷേ തത്വത്തിൽ ചെയ്യുന്നത് ഒരേ കാര്യമാണ്. പാറ്റയെ കൊന്നാലും പൂമ്പാറ്റയെ കൊന്നാലും കൊല തന്നെയാണ്. പക്ഷേ സൗന്ദര്യമാണ് കൊലപാതകത്തിൻ്റെ മൂല്യത്തെ നിർണയിക്കുന്നത് എന്ന് ഫൂക്കോ പറയുകയുണ്ടായി. എന്തായാലും ആ പാറ്റ ഇന്ന് ഇന്ത്യയിലെ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൻ്റെ പ്രതീകമായിരിക്കുന്നു. ഇന്ത്യൻ ജുഡീഷ്യറി ഒരു വിശുദ്ധ പശുവാണ്. അതിനെ വിമർശിക്കുന്നതിൻ്റെ അടയാളമായി നമ്മുടെ ചെറുപ്പക്കാർ, ചെറിയ കുട്ടികൾ, ജനറേഷൻ സി, ഒരു 30 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അവര് പ്രതിഷേധത്തിൻ്റെ അടയാളമായി ഒരു ഭംഗിയുമില്ലാത്ത ഈ പാറ്റയെ ഒരു സുന്ദര രൂപമായി അവതരിപ്പിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണണം. അപ്പോൾ ഇതെല്ലാം പ്രതിഷേധത്തിൻ്റെ പാഠങ്ങളാണ്. ഇങ്ങനെ പല ധാരകളിലൂടെ പ്രതിഷേധവും പോരാട്ടവും സാഹോദര്യവും മാനവികതയും ഒക്കെ വളർന്ന് വികസിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഐക്യപ്പെടലിന് ഇതൊക്കെ കാരണമാകുന്നുണ്ട്. വിശാലമായ അർത്ഥത്തിൽ ഇത്തരം കൂട്ടായ്മകൾ മാനവികതയുടെ യോജിപ്പിനായിട്ട്, സാഹോദര്യത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് കാരണമാകട്ടെ. ഞാൻ നിരവധി തവണ ഈ സാഹിത്യോത്സവങ്ങളുടെ വേദിയിൽ വന്നിട്ടുണ്ട്. ചങ്കരംകുളം മുതൽ നിലമ്പൂർ വഴി അങ്ങനെ പല സ്ഥലങ്ങളിലും പല വേദികളിലും വന്നിട്ടുണ്ട്. കുട്ടികൾ വളരെ ഗംഭീരമായി പങ്കെടുക്കുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂണിറ്റുകളുടെ എണ്ണം ഇവിടെ കൂടി വന്നു എന്നാണ് പറയുന്നത്. നന്നായി, നല്ല കാര്യം. അപ്പോൾ ഈ സർഗ പ്രക്രിയയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. കൂടുതൽ മനോഹരമായി, കൂടുതൽ നന്നായി വരും വർഷങ്ങളിലും ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു സർ.